അദ്ധ്യായം 9 സർവേശ്വരൻ. എന്നെ ഞാനാക്കിയ തമ്പുരാനെ, എന്റെ ഉയർച്ചകളിൽ ഞാൻ നിന്നെ കാണുന്നു. നീയാണ് എന്റെ സർവ്വസ്വവും. എന്റെ കഴിവുകളും എന്റെ ജീവിത സൗകര്യങ്ങളും എനിക്കുള്ളതെല്ലാം നിന്റേതു മാത്രം. യേശുവേ, ഞങ്ങൾ ഒടിഞ്ഞു വീഴാതിരിക്കുവാൻ നീ ഞങ്ങളെ താങ്ങേണമേ. ഞങ്ങളിൽ നിന്നും നല്ല ഫലം പുറപ്പെടേണമേ. മരണം ഞങ്ങളുടെ വാതിൽക്കൽ ഉണ്ടെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കേണമേ. സർവാധിപനായ സർവേശ്വരാ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരേണമേ. ദൈവമേ, ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഓർക്കുവാനും മറക്കേണ്ട കാര്യങ്ങൾ മറക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കേണമേ. ഇതുവരെ അങ്ങയെ അറിയാതെ പോയ സമയങ്ങളെപ്പറ്റി ഞങ്ങൾ വേദനിക്കുന്നു. എന്നെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിനു പകരമായി ഞങ്ങൾ എന്തു നൽകും? നന്ദി ദൈവമേ, കോടാനുകോടി നന്ദി. ഫിലിപ്പ് 3:7-8. എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെപ്പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായിത്തന്നെ ഞാൻ പരിഗണിക്കുന്നു. ലാഭമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി കണക്കാക്കണം. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാകുന്നു. ഫിലിപ്പ് 1:21. ദൈവത്തിന് നമുക്ക് കൊടുക്കുവാനുള്ളത് ഈ സഹനങ്ങളാണ്. നമ്മൾ നമ്മളെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കണം. മേൽ എഴുതിയ വചനങ്ങളനുസരിച്ച് നമ്മുടെ സുഖങ്ങളെല്ലാം നഷ്ടങ്ങളും കഷ്ടതകളെല്ലാം ലാഭവുമായി കണക്കാക്കണം. ഈ രീതിയിൽ ചിന്തിക്കുവാൻ കഴിഞ്ഞാലേ നമ്മൾ ദൈവീകത്വത്തിലേക്ക് ഉയർന്നു എന്നു പറയുവാൻ കഴിയുകയുള്ളൂ.